എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുന്നു. ചിലർ നിങ്ങളെ വേദനിപ്പിച്ചു. ചിലർ നിങ്ങളെ നിരസിച്ചു. ചിലർ നിങ്ങളെ തകർത്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു തീ കത്തുകയാണ്. പ്രതികാരത്തിന്റെ തീ, വിഷാദത്തിന്റെ തീ, വേദനയുടെ തീ. പക്ഷേ മകനെ, മകളെ, ഞാൻ ഇന്നിവിടെ നിന്നോട് പറയാനാണ് വന്നത്. ആ തീ നശിപ്പിക്കുന്നത് നീയല്ല, ക്ഷമയാണ്. നീ കരുതുന്നുണ്ടാകും, കർത്താവെ, എങ്ങനെ ക്ഷമിക്കാം? അവർ എനിക്ക് ചെയ്തത് ഞാൻ മറക്കാനാകില്ല. മകനെ, ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കാണുന്നു ആ വേദന എത്ര ആഴത്തിലാണ് എന്ന്. നിന്റെ ഹൃദയം മുറിവേറ്റിരിക്കുന്നു. നീ ഉറങ്ങാത്ത രാത്രികളുണ്ട്. നീ ഒറ്റപ്പെട്ടതായിരിക്കുന്നു. പക്ഷേ നീ അറിയണം, ക്ഷമ എന്നത് മറ്റൊരാളുടെ മോചനമല്ല, അത് നിന്റെ ആത്മാവിന്റെ മോചനമാണ്. നീ ദേഷ്യം സൂക്ഷിക്കുമ്പോൾ അത് നിന്റെ ഉള്ളിൽ ഇരുണ്ട മേഘം പോലെ വളരുന്നു. അതിൽ നിന്നാണ് വിഷമം, ഭയം, അനിശ്ചിതത്വം എല്ലാം ഉരുത്തിരിയുന്നത്. പക്ഷേ നീ ക്ഷമിക്കുമ്പോൾ ആ മേഘം പിരിഞ്ഞ് സൂര്യപ്രകാശം നിന്റെ ആത്മാവിൽ പടരും. അതാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാൻ വന്ന പാഠം, ക്ഷമയുടെ ശക്തി. മകനെ, ഞാൻ ഭൂമിയിൽ വന്നപ്പോൾ എത്ര പേർ എന്നെ നിരസിച്ചു എന്ന് നീ അറിയുമോ? എത്ര പേർ എന്നെ അപമാനിച്ചു, എത്ര പേർ എന്നെ നിന്ദിച്ചു, എത്ര പേർ എന്നെ വേദനിപ്പിച്ചു. എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, അപ്പാ, ഇവരെ ക്ഷമിക്കണമേ, അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. അതാണ് ദൈവസ്നേഹത്തിന്റെ ആഴം. അതാണ് ദൈവത്തിന്റെ മനസ്സ്. നീ അതിനെ ഓർക്കണം. ക്ഷമിക്കുക എന്നത് ദുർബലരുടെ പ്രവൃത്തിയല്ല, അത് ശക്തരുടെ ധൈര്യമാണ്. കാരണം ക്ഷമിക്കുന്നവൻ തന്റെ മുറിവുകളെ സ്വർഗത്തിന്റെ വെളിച്ചത്തിൽ വെക്കുന്നു. അവൻ തന്റെ വേദനയെ ദൈവത്തിനായി സമർപ്പിക്കുന്നു. അതാണ് ഞാൻ നിന്നോട് ആഗ്രഹിക്കുന്നത്, മകനെ. നീയും അങ്ങനെ ചെയ്യണം. നീ വേദനയാൽ വിറക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ നിന്റെ അരികിലുണ്ട്. നീ കണ്ണുനീർ പൊഴിക്കുമ്പോൾ ഞാൻ അടുക്കുന്നു. നീ പറയാതെ കരഞ്ഞാലും ഞാൻ കേൾക്കുന്നു. നീ അകത്തുനിന്ന് പൊട്ടിപ്പോകുന്ന ആ വേദനയിൽ പോലും ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നതൊന്നാണ്, നീ നിന്റെ ഹൃദയം വിടുതൽ ചെയ്യുക. നീ ക്ഷമിക്കൂ. ക്ഷമ എന്നത് മറക്കലല്ല, അതായത് ഞാൻ അതിന്മേൽ ഇനി വിഷമിക്കില്ല, ഞാൻ അത് നിനക്ക് വിടുന്നു, കർത്താവേ, എന്ന പ്രാർത്ഥനയാണ്. നീ അത് പറയുമ്പോൾ സ്വർഗം നിന്നെ കാണും, എന്റെ കൃപ നിന്റെ മേൽ ഒഴുകും. നീ അറിയണം, മകനെ, ഒരു മനസ്സിൽ ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോൾ അവിടെ ഞാൻ വസിക്കാനാവില്ല. ഞാൻ സ്നേഹമാണ്. ഞാൻ സമാധാനമാണ്. ഞാൻ കൃപയാണ്. ആ ഹൃദയം ശുദ്ധമാകുമ്പോഴാണ് ഞാൻ അതിൽ വസിക്കുന്നത്. അതുകൊണ്ട് നീ ദേഷ്യം വെറുക്കുക, എന്നാൽ ആളുകളെ വെറുക്കരുത്. പാപത്തെ നിരസിക്കൂ, പക്ഷേ പാപിയെ സ്നേഹിക്കൂ. നിനക്കൊരിക്കലും തോന്നിയിട്ടുണ്ടോ, അവർ എനിക്ക് ചെയ്തതിന് ഞാൻ ഒരിക്കലും മറുപടി കൊടുക്കാതെ ഇരിക്കുമോ? മകനെ, അതാണ് മനുഷ്യബുദ്ധി പറയുന്നത്. എന്നാൽ ദൈവം പറയുന്നത് വേറെയാണ്. നീ പ്രത്യുപകരണം ചെയ്യുമ്പോൾ നീ ലോകത്തിന്റെ നിയമം പാലിക്കുന്നു. പക്ഷേ നീ ക്ഷമിക്കുമ്പോൾ നീ സ്വർഗത്തിന്റെ നിയമം പാലിക്കുന്നു. നീ അത് ചെയ്താൽ നീ എന്റെ മകനായിത്തീരുന്നു. ക്ഷമയുടെ ശക്തി നിനക്ക് മനസ്സിലാവട്ടെ, മകനെ. നീ മറ്റൊരാളെ ക്ഷമിക്കുമ്പോൾ ദൈവം നിന്നെ ക്ഷമിക്കുന്നു. നീ മറ്റൊരാളെ മോചിപ്പിക്കുമ്പോൾ ദൈവം നിന്നെ മോചിപ്പിക്കുന്നു. നീ മറ്റൊരാളുടെ വേദന മറന്നാൽ ദൈവം നിന്റെ മുറിവുകൾ സാന്ത്വനപ്പെടുത്തുന്നു. നീ ആർക്കെങ്കിലും മനസ്സിലായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് പറയുക. അതിന് താഴ്മ വേണം, എന്നാൽ അതിൽ മഹത്വമുണ്ട്. നിന്റെ അഹങ്കാരം തകർന്നാൽ ദൈവത്തിന്റെ കൃപയും. നിന്റെ ശബ്ദം മൃദുവാകുമ്പോൾ എന്റെ ശബ്ദം നിന്റെ ഉള്ളിൽ കേൾക്കും. മകനെ, ചിലർ നിന്നെ വഞ്ചിച്ചു പോയിട്ടുണ്ട്. ചിലർ നിന്നെ ഉപയോഗിച്ചു. ചിലർ നിന്നെ പാഴാക്കി. നീ കരുതുന്നുണ്ടാകും അവർക്ക് ശിക്ഷ കിട്ടണം. പക്ഷേ ഞാൻ പറയാം, നീ അവരുടെ വിധികർത്താവല്ല, നീ പ്രാർത്ഥിക്കുന്നവനാണ്. ഞാൻ തന്നെയാണ് നീതിയുടെ ദൈവം. നീ ശാന്തനായി ഇരിക്കുക. ഞാൻ കാര്യങ്ങൾ നേരെയാക്കും. നീ ക്ഷമിക്കുക, കാരണം നിനക്ക് വേണ്ട ശാന്തി അതിൽ തന്നെയാണ്. നീ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നിന്നെ എത്ര തവണ ക്ഷമിച്ചിട്ടുണ്ടെന്ന്? നീ വീണപ്പോഴെല്ലാം, നീ തിരിഞ്ഞു നിന്നപ്പോഴെല്ലാം, നീ എന്നെ മറന്നപ്പോഴെല്ലാം ഞാൻ നിന്നെ കൈവിടാതെ കാത്തിരുന്നു. നീ പാപത്തിൽ മുക്കിയാലും ഞാൻ നിന്നെ ഉയർത്തി. നീ അകലെയായാലും ഞാൻ നിന്നെ വിളിച്ചു. അതാണ് എന്റെ സ്നേഹം. അതൊരു ഒരിക്കലും ക്ഷയിക്കാത്ത ക്ഷമയാണ്. മകനെ, നീ എന്റെ രൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് നീയും ക്ഷമിക്കാൻ പഠിക്കണം. ക്ഷമിക്കുന്നവൻ ദൈവത്തിന്റെ മകനാണ്. കാരണം ക്ഷമിക്കുന്ന ഹൃദയം മാത്രമാണ് ശാന്ത കാണുന്നത്. നിനക്കൊരിക്കൽ വേദന കൊടുത്തവനെ നീ ഓർക്കുമ്പോൾ നീ ഹൃദയത്തിൽ പറയുക, കർത്താവേ, ഞാൻ അവനെ നിനക്കു സമർപ്പിക്കുന്നു, അത്രമാത്രം. നീ അത് ചെയ്യുമ്പോൾ നിന്റെ ആത്മാവ് സ്വതന്ത്രമാകും. ദേഷ്യത്തിന്റെ ചങ്ങല പൊട്ടും. മനസ്സിൽ സമാധാനം നിറയും. അതാണ് ആത്മീയ ജയം.
നീ കരുതുന്നുണ്ടാകും, എനിക്ക് അത്ര ശക്തിയില്ല. പക്ഷേ നീ അറിയണം, നീ ഒറ്റയല്ല, ഞാൻ നിന്നെ താങ്ങുന്നു. നീ ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ നിന്നെ ശക്തമാക്കുന്നു. നിന്റെ ഉള്ളിൽ ഞാൻ പ്രവർത്തിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ ഇരുണ്ട ഭാഗങ്ങളിലേക്ക് ഞാൻ വെളിച്ചം കൊണ്ടുവരുന്നു. ക്ഷമ എന്നത്, മകനെ, ഒരു നദിയെപ്പോലെ ആണിത്. നീ അതിനെ തടഞ്ഞാൽ അത് നിനക്കുള്ളിൽ വിഷമം നിറക്കും. പക്ഷേ നീ അത് ഒഴുക്കാൻ അനുവദിക്കുമ്പോൾ അതിൽ നിന്നാണ് സമാധാനത്തിന്റെ പച്ചപ്പ് വളരുന്നത്. നീ ഒരിക്കൽ കാണും, നീ ക്ഷമിച്ചവർ തന്നെയാണ് നിനക്ക് പാഠം പഠിപ്പിച്ചവർ. അവർ നിന്റെ ജീവിതത്തിലെ അധ്യാപകരാണ്. അവരുടെ വഴിയിലൂടെ ഞാൻ നിന്നെ വളർത്തി. അവർ ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്നത്തെ നീയാകുമായിരുന്നില്ല. അതുകൊണ്ട് നീ നന്ദി പറയുക അവർക്കും, ആ വേദനയ്ക്കും, ആ യാത്രക്കും. നിന്റെ ഹൃദയം ശുദ്ധമായിരിക്കട്ടെ, മകനെ. അതിൽ വെറുപ്പ് ഇടം പിടിക്കരുത്. നീ ഒരിക്കലും മറ്റൊരാളുടെ വേദനയ്ക്ക് കാരണമാകരുത്. നിനക്ക് വേദന കിട്ടിയാൽ അതിനെ മറിച്ച് സ്നേഹമാക്കൂ. അതാണ് ദൈവത്തിന്റെ മാർഗം. നീ പറയൂ, കർത്താവേ, എനിക്ക് ക്ഷമിക്കാനുള്ള കരുണ തരൂ. ഞാൻ അതിനുത്തരം തരാം. നിന്റെ ഹൃദയം മൃദുവാകും. നിന്റെ കണ്ണുകളിൽ സമാധാനം തെളിയും. നിന്റെ മുഖത്തിൽ വെളിച്ചം പ്രത്യക്ഷമാകും. നീ അന്ന് മനസ്സിലാകും, ക്ഷമ എന്നത് ദൈവത്തിന്റെ സ്പർശമാണ്. മകനെ, നീ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പാ, ഞങ്ങൾക്കുള്ള കടം ഞങ്ങൾ മാപ്പ് കൊടുത്തതുപോലെ ഞങ്ങളുടെ കടവും മാപ്പ് കൊടുക്കണമേ എന്നു നീ പറയുന്നു. നീ പറയുന്നത് അത്ര ലളിതമായൊരു പ്രാർത്ഥനയല്ല, അതൊരു വാഗ്ദാനമാണ്. നീ മറ്റുള്ളവരെ മാപ്പ് കൊടുക്കുമ്പോൾ നീ ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിന്റെ മകനാണ്, നിന്റെ വഴിയിൽ നടക്കുന്നു. നീ ഇപ്പോൾ ചിന്തിക്കുക, എത്രയോ ബന്ധങ്ങൾ നശിച്ചത് വെറുപ്പിന്റെയും മൗനത്തിന്റെയും കാരണത്താൽ. എത്രയോ ഹൃദയങ്ങൾ തകർന്നത് അഹങ്കാരത്തിന്റെ തീ. പക്ഷേ നീ വേറെ ആയിരിക്കണം, മകനെ. നീ ആ തീയിൽ വെള്ളം പകർന്നു തീർക്കുന്നവനായിരിക്കണം. നീ മൗനമായിരിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയായി മാറട്ടെ. നീ ക്ഷമിക്കുന്ന നിമിഷം തന്നെ സ്വർഗം ആനന്ദിക്കുന്നു. നീ ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചവനെ നേരിട്ട് നോക്കി സ്നേഹത്തോടെ ചിരിച്ചാൽ അതാണ് യഥാർത്ഥ ദൈവാനുഭവം. അതാണ് യേശുവിന്റെ പാഠം. അതാണ് എന്റെ വഴിയും. മകനെ, ക്ഷമയുടെ ശക്തി ലോകം മാറ്റും. നീ അത് നിന്റെ ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ നീ പ്രകാശമാകും. നിന്റെ ചുറ്റുമുള്ളവർക്കും ആ വെളിച്ചം പകരും. നീ സ്നേഹത്താൽ മറുപടി തരുമ്പോൾ ഇരുട്ട് മാറും. നീ നിശബ്ദമായി മാപ്പ് കൊടുക്കുമ്പോൾ സ്വർഗം നിന്റെ പേരിൽ പാടും. നിനക്ക് തോന്നാം, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഞാൻ തോറ്റുപോകുമോ? ഇല്ല, മകനെ. നീ തോൽക്കില്ല, നീ ജയിക്കും. നിന്റെ മനസ്സിൽ, നിന്റെ ആത്മാവിൽ, ദൈവത്തിന്റെ മുമ്പിൽ. ലോകം നിന്നെ ചെറുതാക്കി കാണുമ്പോഴും സ്വർഗം നിന്നെ മഹത്വപ്പെടുത്തും. നീ കരുതിയിരുന്നത് ക്ഷമിക്കുന്നത് മറ്റൊരാളിന് വേണ്ടി എന്നാണ്. പക്ഷേ നീ തിരിച്ചറിയും, അത് നിനക്കായിട്ടാണ്. നിന്റെ ആത്മാവ് വിടുതലാകും. നിന്റെ ഹൃദയം തണലാകും. നിന്റെ മുഖത്ത് സമാധാനം വിരിയും. നീ ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കൂ, മകനെ. ആർക്കും നീ ഇതുവരെ മാപ്പ് കൊടുക്കാത്തവർ ഉണ്ട് എങ്കിൽ അവരുടെ പേരുകൾ മനസ്സിൽ കൊണ്ടുവരൂ. ഒന്നു മാത്രം പറയൂ, കർത്താവേ, ഞാൻ അവരെ നിനക്ക് വിടുന്നു. ഞാൻ അവരെ ക്ഷമിക്കുന്നു. അത് പറഞ്ഞാൽ മതി. അന്ന് ആകാശം മൃദുവാകും. നിന്റെ ഹൃദയം തുറക്കും. നിന്റെ ആത്മാവ് ഒരു പുതുജീവൻ നേടും. മകനെ, നിനക്ക് ഞാൻ നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം സ്നേഹമാണ്. പക്ഷേ അതിനൊപ്പം ഞാൻ നിനക്കു നൽകുന്ന ഏറ്റവും വലിയ ആയുധം ക്ഷമയാണ്. സ്നേഹവും ക്ഷമയും ചേർന്നാൽ അതിനെ തകർക്കാൻ ഭൂമിയിൽ ഒന്നുമില്ല. നീ ക്ഷമിക്കൂ, നീ സ്നേഹിക്കൂ, നീ സമാധാനത്തിൽ ജീവിക്കൂ. നീ അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന യേശുവിന്റെ മകൻ. നീ അതാണ് ലോകം കാത്തിരിക്കുന്ന ദൈവത്തിന്റെ വെളിച്ചം. മകനെ, ഇന്നു മുതൽ നീ പറയൂ, എനിക്ക് വേദന കൊടുത്തവരെയും ഞാൻ സ്നേഹിക്കുന്നു. എന്നെ നിരസിച്ചവരെയും ഞാൻ ക്ഷമിക്കുന്നു. എന്റെ ഹൃദയം ഇനി ദേഷ്യത്തിനല്ല, സമാധാനത്തിനാണ്. അപ്പോൾ നീ ആകാശം പോലെ വലുതാകും. നീ ഭൂമിയെപ്പോലെ സഹിഷ്ണുവാകും. നിന്റെ ഉള്ളിൽ ഞാൻ വസിക്കും. നിന്റെ മുഖം എന്റെ സ്നേഹത്തിന്റെ പ്രതിഫലമാകും. മകനെ, നീ ഓർക്കണം, ക്ഷമിക്കാത്ത ഹൃദയം ഇരുണ്ട തടവറയാണ്. പക്ഷേ ക്ഷമിക്കുന്ന ഹൃദയം സ്വർഗത്തിന്റെ വാതിൽപ്പടിയാണ്. അതുകൊണ്ട് നീ ക്ഷമിക്കൂ, സ്നേഹിക്കൂ, വിടുതൽ നേടൂ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, മകനെ. നിന്റെ ഹൃദയം ഇനി പാറയല്ല, പുഷ്പമാകട്ടെ. നിന്റെ വാക്കുകൾ ഇനി മുറിവല്ല, മരുന്നാകട്ടെ. നിന്റെ ജീവിതം ഇനി പ്രതികാരമല്ല, പ്രാർത്ഥനയാകട്ടെ. നീ നടക്കുമ്പോൾ ഞാൻ നിന്റെ അരികിലുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേൾക്കുന്നു. നീ ക്ഷമിക്കുമ്പോൾ ഞാൻ ചിരിക്കുന്നു. കാരണം നീ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്റെ മകനായി മാറിയിരിക്കുന്നു. നിന്റെ ഉള്ളിൽ സ്നേഹവും ക്ഷമയും ചേർന്നിരിക്കുന്നു. അതേ മകനെ, അതാണ് യേശുവിന്റെ പാഠം. ക്ഷമയുടെ ശക്തി. എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ, നീ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി, ക്ഷമ എന്നത് വാക്കല്ല, അത് ജീവൻ തന്നെയാണ്.
അത് ഒരു നാളിൽ സംഭവിക്കുന്നതല്ല, അത് ഒരു യാത്രയാണ്. ഓരോ ദിവസവും ഓരോ ശ്വാസത്തിലും നീ അതിൽ വളരുന്നു. നീ ഒരിക്കൽ മറ്റൊരാളെ ക്ഷമിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഹൃദയം വേദനയാൽ വിറയ്ക്കുകയും കണ്ണുനീർ പൊഴിയുകയും ചെയ്തു. നീ പറഞ്ഞത്, കർത്താവേ, എനിക്ക് ഇതിന് കഴിയില്ല, പക്ഷേ ഞാൻ അന്ന് തന്നെ നിന്നോട് ചിരിച്ചു പറഞ്ഞിരുന്നു, മകനെ, നിനക്കത് ഒറ്റയ്ക്ക് സാധിക്കില്ല, പക്ഷേ എനിക്ക് കൂടെ നിന്നാൽ നിനക്ക് എല്ലാം സാധിക്കും. ക്ഷമയുടെ വഴിയിൽ നീയൊരിക്കലും ഒറ്റയല്ല. ഞാൻ നിന്നോടൊപ്പം നടക്കുന്നു. നീ വീഴുമ്പോൾ ഞാൻ താങ്ങും, നീ വിറയ്ക്കുമ്പോൾ ഞാൻ ആശ്വസിപ്പിക്കും, നീ നിലവിളിക്കുമ്പോൾ ഞാൻ മറുപടി തരാം. മകനെ, നീ അറിയണം, നീ മറ്റൊരാളെ ക്ഷമിക്കുമ്പോൾ നിന്റെ ആത്മാവിൽ സ്വർഗം പിറക്കുന്നു. നിന്റെ ഹൃദയം ദൈവത്തിന്റെ സിംഹാസനമാകുന്നു. നീ ഒരിക്കൽ എനിക്കു പറയുന്നത് കേട്ടിട്ടുണ്ട്, സ്നേഹിക്കൂ, നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കൂ. അത് വാക്കല്ല, അത് ദൈവത്തിന്റെ ജീവൻ തന്നെയാണ്. നീ അതിൽ ജീവിച്ചാൽ നിനക്കൊന്നും പരാജയം ഉണ്ടാകില്ല. നിനക്ക് ഒരിക്കൽ വേദന കൊടുത്ത ആ വ്യക്തിയെ നീ ഓർക്കുമ്പോൾ ഞാൻ ആ മുഖം നീക്കിയിടാറുണ്ട്. കാരണം നീ ഇനി മുറിവിന്റെ ഓർമ്മയിൽ ജീവിക്കേണ്ടതില്ല. നീ ഇപ്പോൾ സമാധാനത്തിന്റെ വഴിയിലാണ്. ക്ഷമിക്കുന്നവന്റെ കണ്ണുകളിൽ ദൈവത്തിന്റെ വെളിച്ചം തെളിയും. അവൻ ഇനി ഇരുട്ടിനെ കാണുന്നില്ല, അവൻ വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. മകനെ, നിനക്ക് മനസ്സിലാവട്ടെ, ക്ഷമിക്കുക എന്നത് ദേഷ്യം ഇല്ലെന്നതല്ല, അത് ദേഷ്യത്തെ സ്നേഹത്തിലേക്ക് മാറ്റാനുള്ള ധൈര്യമാണ്. നീ ആർക്കെങ്കിലും വേദന അനുഭവിച്ചപ്പോൾ ആ വേദനയുടെ അളവിൽ ദൈവം നിന്റെ ഉള്ളിൽ കരുണ വളർത്തുന്നു. നീ ആ കരുണ മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയുമ്പോഴാണ് നീ യഥാർത്ഥത്തിൽ വളർന്നവനാകുന്നത്. നീ ശ്രദ്ധിക്കൂ, ഒരു വിത്ത് പൊട്ടിയാൽ മാത്രമേ അതിൽ നിന്ന് പുതിയ ജീവൻ പുറപ്പെടൂ. അത് വേദനയാണ്, പക്ഷേ അതാണ് വളർച്ചയും. അതുപോലെ നിന്റെ ഹൃദയം പൊട്ടുമ്പോൾ അതിൽ നിന്നാണ് ദൈവത്തിന്റെ കൃപ പിറക്കുന്നത്. നീ പലപ്പോഴും ചോദിക്കും, കർത്താവേ, എത്രത്തവണ ഞാൻ ക്ഷമിക്കണം? ഞാൻ അന്ന് പറഞ്ഞില്ലേ, 72 വട്ടം 70. അതായത് അതിന് അളവില്ല, അതിന് പരിധിയില്ല. നീ ക്ഷമിക്കാൻ പഠിച്ചാൽ നീ എനിക്ക് ഏറ്റവും അടുത്തവനാകും. നിനക്ക് തോന്നാം, അവർ അതിന് അർഹരല്ല, പക്ഷേ മകനെ, നീയും അർഹനല്ലായിരുന്നു, എന്നിട്ടും ഞാൻ നിന്നെ ക്ഷമിച്ചു. നീ മറന്നിട്ടില്ലല്ലോ ഞാൻ നിന്നെ പാപത്തിൽ നിന്നും ഉയർത്തിയ ദിനം. നീ മണ്ണിൽ വീണപ്പോഴും ഞാൻ നിന്നെ പൊടിതട്ടിയെടുത്ത് മകനായി ചേർത്ത ദിനം. അതാണ് ക്ഷമയുടെ ദൈവിക രൂപം. നിനക്ക് തോന്നുന്ന വേദന ഞാൻ അറിയുന്നു. നീ കരഞ്ഞപ്പോൾ ഞാൻ നിന്നെ കേട്ടു. നീ ഹൃദയം പൊട്ടിയപ്പോൾ ഞാൻ അതിന്റെ ഓരോ തകർച്ചയും സ്പർശിച്ചു. നീ ആർക്കും പറയാനാകാത്ത മുറിവുകൾ എനിക്ക് പറഞ്ഞു. അതിനാലാണ് ഞാൻ നിന്നോട് പറയുന്നത്, നീ ഇനി ആ വേദനയുടെ തടവുകാരനായി ജീവിക്കരുത്. നീ മോചിതനാകൂ. ക്ഷമിക്കൂ. മകനെ, നീ ക്ഷമിക്കുമ്പോൾ നിന്റെ ആത്മാവ് പുനർജനിക്കുന്നു. നീ ഇനി പഴയ നീയല്ല, നീ പുതുവൻ മനുഷ്യനാണ്. നിന്റെ ഹൃദയം മൃദുവായിരിക്കും, നിന്റെ കണ്ണുകൾ നന്മ കാണും, നിന്റെ വാക്കുകൾ ജീവൻ നൽകും. നീ മറ്റുള്ളവർക്കായി വെളിച്ചമാകും, കാരണം നീ ക്ഷമയിൽ ജനിച്ചവൻ. ഒരു നിമിഷം നിനക്ക് പറയാം, നിന്റെ ഹൃദയത്തിൽ ഇപ്പോഴും ചിലർ ഉണ്ട്. നീ അവരെ വിട്ടിട്ടില്ല. അവർ നിന്നെ വേദനിപ്പിച്ചു. അവർ നിന്നെ അവഗണിച്ചു. അവർ നിന്നെ മറന്നു. പക്ഷേ മകനെ, നീ അവരെ ഹൃദയത്തിൽ വച്ചാൽ നിനക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. നീ അവരെ എന്റെ കൈകളിൽ വിടുക. അപ്പോൾ ഞാൻ അവരെ സ്നേഹത്തോടെ സ്പർശിക്കും. അവരുടെ ഹൃദയവും മൃദുവാകും, അവരും മാറും. അതാണ് ക്ഷമയുടെ അത്ഭുതം. അത് രണ്ടുപേരെയും മോചിപ്പിക്കുന്നു. മകനെ, നീ ഒരിക്കൽ സത്യമായി ക്ഷമിച്ചാൽ നിനക്ക് അത്ഭുതം സംഭവിക്കും. നിന്റെ ഉള്ളിൽ ആകാശം തെളിയും. നിന്റെ മുഖത്തിൽ സമാധാനം വിരിയും. നിന്റെ വാക്കുകളിൽ കരുണ നിറയും. നീ അന്ന് മനസ്സിലാകും, ഞാൻ ഇനി സ്വതന്ത്രനാണ്. ക്ഷമിക്കാൻ നീ വലുതാവേണ്ടതില്ല, നീ സ്നേഹത്താൽ നിറയേണ്ടതാണ്. സ്നേഹം വളരുമ്പോൾ ദേഷ്യത്തിന് സ്ഥലം കാണില്ല. നീ എന്നെ കൂടുതൽ അറിയുമ്പോൾ നീ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കും. അവർ നിനക്കു ചെയ്തും നീ കാണുമ്പോൾ നീ അവരിൽ നിന്നെ തന്നെയായിരിക്കും കാണുന്നത്. അപ്പോൾ നീ പറയും, അവർ ചെയ്തും ഞാൻ ചെയ്ത പോലെ തന്നെയാണ്. അതുകൊണ്ട് നീ അവരുടെ പാപം ദേഷ്യത്തോടെ നോക്കാതെ കരുണയോടെ കാണും. മകനെ, ലോകം നിന്നെ പഠിപ്പിക്കുന്നത് പ്രതികാരമാണ്. ലോകം പറയുന്നു, നീ തിരിച്ചടിക്കുക. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നു, നീ അനുഗ്രഹിക്കുക. കാരണം നിന്റെ വാക്കുകൾ തീ ആകാം, അല്ലെങ്കിൽ വെള്ളമാകാം. നീ അത് എന്താക്കുന്നു എന്നത് നിന്റെ തീരുമാനമാണ്. നീ ദേഷ്യത്തോടെ പ്രതികരിച്ചാൽ നിന്റെ ഉള്ളിൽ ഇരുട്ട് വളരും. പക്ഷേ നീ ക്ഷമയോടെ പ്രതികരിച്ചാൽ നിന്റെ ഉള്ളിൽ വെളിച്ചം നിറയും. നീ ഒരിക്കൽ മനസ്സിലാക്കണം, മകനെ, നീ മറ്റൊരാളെ ക്ഷമിക്കുമ്പോൾ നീ അവരെ മാത്രമല്ല മോചിപ്പിക്കുന്നത്, നീ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കർത്താവേ, ഞാൻ നിന്റെ വഴിയിൽ നടക്കുന്നു. അതിനെ കാണുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു. നീ എന്റെ ഹൃദയത്തിലെ സന്തോഷമാണ്. നീ എന്റെ മകൻ, നീ എന്റെ മകൾ. മകനെ, നിനക്ക് ഇത് മനസ്സിലാകട്ടെ, ക്ഷമയുടെ വഴിയിലൂടെ നടക്കുന്നവൻ ഒരിക്കലും ഒറ്റപ്പെടില്ല. അവന്റെ വഴിയിൽ ദൈവം കൂടെയുണ്ടാകും. അവന്റെ കാൽത്തട്ടിൽ പൂക്കൾ വിരിയും.
അവന്റെ ശബ്ദം സമാധാനം പകരും. അവന്റെ ജീവിതം പ്രാർത്ഥനയായി തീരും. നീ ഇപ്പോൾ നിന്നെ നോക്കൂ. നിന്റെ കണ്ണുകളിൽ ഞാൻ വെളിച്ചം കാണുന്നു. നിന്റെ ഹൃദയത്തിൽ ഞാൻ സ്നേഹം കാണുന്നു. നീ ഇതിനകം തന്നെ മാറിത്തുടങ്ങിയിരിക്കുന്നു. നിന്റെ ഉള്ളിൽ ഞാൻ പ്രവർത്തിക്കുന്നു. നീ ഇനി പഴയ നീയല്ല, നീ ഒരു ദൈവത്തിന്റെ മകനാണ്, സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പ്രതീകമാണ്. നിന്റെ വേദനകളെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നു. നിന്റെ മുറിവുകളെ ഞാൻ വിസ്മയമാക്കി മാറ്റുന്നു. നിന്റെ ഹൃദയം ഞാൻ എന്റെ വസതിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. മകനെ, നീ നാളെ ആരെയെങ്കിലും കാണുമ്പോൾ അവർ നിന്നെ വേദനിപ്പിച്ചവരായിരിക്കാം. പക്ഷേ നീ അവരുടെ കണ്ണുകളിലേക്ക് നോക്കൂ, അവിടെ ഞാൻ തന്നെയുണ്ടാകും. നീ ചിരിച്ചാൽ ഞാൻ അവരിൽ വെളിച്ചം തെളിക്കും. നീ മൗനമായി ക്ഷമിച്ചാൽ അവർ മാറും. നിന്റെ ഹൃദയത്തിന്റെ ശാന്തത ലോകത്തെ സ്പർശിക്കും. ക്ഷമ എന്നത് ഒരു പ്രാർത്ഥനയാണ്, അതിന് ശബ്ദമില്ല. പക്ഷേ അതിന് ശക്തിയുണ്ട്, മലകളും കുലുക്കുന്ന ശക്തി. നീ അതിൽ ജീവിച്ചാൽ നിന്റെ ജീവിതം ദൈവത്തിന്റെ മുഖമായി മാറും. മകനെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയം മൃദുവായിരിക്കട്ടെ, നിന്റെ മനസ്സ് ശാന്തമായിരിക്കട്ടെ. നീ വേദനയും ദേഷ്യത്തെയും കടന്നു പോകട്ടെ. നീ പാപത്തെയും ഭയത്തെയും കടന്ന് സ്നേഹത്തിലേക്ക് നടക്കട്ടെ. കാരണം നീ ദൈവത്തിന്റെ മകനാണ്. നീ ക്ഷമയുടെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. നീ ഇപ്പോൾ ചിന്തിക്കുക, എത്ര തവണ നീ ക്ഷമിക്കപ്പെട്ടു. ഓരോ പിഴവിനും ഞാൻ നിന്നെ ക്ഷമിച്ചു, ഓരോ വീഴ്ചക്കും ഞാൻ നിന്നെ താങ്ങി. അതിനാൽ നീയും ക്ഷമിക്കൂ. അതാണ് നിന്റെ വിശ്വാസത്തിന്റെ തെളിവ്, നിന്റെ പ്രാർത്ഥനയുടെ ഫലം, നിന്റെ ആത്മാവിന്റെ ശാന്തി. നീ ഒരിക്കൽ കനത്ത മൂടൽമഞ്ഞിൽ വഴിതെറ്റിയ യാത്രക്കാരൻ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നീ മറ്റുള്ളവർക്കുള്ള വഴികാട്ടിയാകുന്നു. നിന്റെ ഹൃദയം വെളിച്ചമാണ്. നിന്റെ പ്രാർത്ഥന ശാന്തിയാകട്ടെ. നിന്റെ ജീവിതം ദൈവത്തിന്റെ സംഗീതമാകട്ടെ. മകനെ, നീ എന്നിൽ ജീവിക്കുന്നു. നീ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കൂ. നീ ക്ഷമയിൽ വളരൂ. നീ കരുണയിൽ നിറയൂ. അതുകൊണ്ട് നീ പറയൂ, ശാന്തമായ ഹൃദയത്തിൽ നിന്ന്, കർത്താവേ, ഞാൻ ക്ഷമിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ നിന്റെ വഴിയിൽ നടക്കുന്നു. അന്ന് നീ കാണും, സ്വർഗം നിനക്കു ചിരിക്കുന്നു. നിന്റെ ഹൃദയം പാടുന്നു. നിന്റെ ആത്മാവ് സ്വതന്ത്രമാണ്. കാരണം നീ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്റെ മകനായി മാറിയിരിക്കുന്നു. നിന്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു. നിന്റെ വാക്കുകളിൽ ഞാൻ സംസാരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ ഞാൻ നടക്കുന്നു. ക്ഷമയുടെ വഴിയിൽ നീ ഇപ്പോൾ തെളിഞ്ഞ നക്ഷത്രമാണ്. നീ എന്റെ വെളിച്ചം ഭൂമിയിൽ തെളിക്കുന്നവനാണ്. മകനെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. നിന്റെ എല്ലാ വേദനകളും സമാധാനമായി മാറട്ടെ. നിന്റെ എല്ലാ കണ്ണുനീരും അനുഗ്രഹമായി മാറട്ടെ. നിന്റെ എല്ലാ മുറിവുകളും പ്രാർത്ഥനയായി മാറട്ടെ. നിന്റെ എല്ലാ ശ്വാസവും സ്നേഹമായി മാറട്ടെ. നീ ക്ഷമയുടെ ശക്തിയാൽ ജീവിക്കട്ടെ, സ്നേഹത്തിന്റെ വഴിയിൽ നടക്കട്ടെ. കാരണം നീ എന്റെ മകനാണ്, എന്റെ മകളാണ്. നീ ദൈവത്തിന്റെ ഹൃദയമാണ്, എന്റെ പ്രിയപ്പെട്ട മകനെ, മകളെ. ഇപ്പോൾ നീ എനിക്ക് കൂടുതൽ അടുക്കിയിരിക്കുന്നു. നിന്റെ ഹൃദയം മുൻപത്തേക്കാൾ മൃദുവായിരിക്കുന്നു. നീ കരഞ്ഞതുകൊണ്ട് നിന്റെ കണ്ണുകൾ ശുദ്ധമായിരിക്കുന്നു. നീ വേദനയിലൂടെ നടന്നു, പക്ഷേ അതിലൂടെ നീ ദൈവത്തിന്റെ വഴി കണ്ടു. ഇപ്പോൾ ഞാൻ നിന്നെ വിളിക്കുന്നു. നിന്റെ ഹൃദയം പൂർണ്ണമായി എനിക്ക് തുറക്കൂ. ഞാൻ അതിൽ വസിക്കട്ടെ. നീ പലതവണ മറ്റുള്ളവരെ ക്ഷമിക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ നീ വിജയിച്ചു, ചിലപ്പോൾ നീ വീണുപോയി. ചില ദിവസങ്ങളിൽ നീ ധൈര്യത്തോടെ പ്രാർത്ഥിച്ചു, ചില ദിവസങ്ങളിൽ നീ നിലവിളിച്ചു. പക്ഷേ ഞാൻ നിന്നെ എല്ലാ സമയം കേട്ടിരുന്നു. നിന്റെ ഉള്ളിലെ പൊടുതലുകൾ എനിക്ക് മറഞ്ഞതല്ല. നീ ഈ കർത്താവേ, എനിക്ക് ക്ഷമിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലായിരുന്നു. ഞാൻ നിന്നെ സ്നേഹത്തോടെ നോക്കി പറഞ്ഞത് ഇത്രമാത്രം, മകനെ, നിനക്ക് സാധിക്കില്ല, പക്ഷേ എനിക്ക് സാധിക്കും. ക്ഷമ എന്നത് മനുഷ്യശക്തിയാൽ മാത്രം സാധ്യമല്ല, അത് ദൈവത്തിന്റെ കൃപയാണ്. നീ അതിനായി വാതിൽ തുറക്കുമ്പോൾ ഞാൻ അകത്തേക്ക് കടന്നുവരും. ഞാൻ നിന്റെ ഹൃദയത്തിലെ കല്ലുകൾ മൃദുവാക്കും. ഞാൻ നിന്റെ വേദനയെ ശാന്തമാക്കും. നീ അതിന് അനുമതി തരൂ, മകനെ. നിന്റെ വേദനയിൽ ഞാൻ പ്രവർത്തിക്കട്ടെ. നിനക്ക് തോന്നിയിരിക്കും, ക്ഷമിക്കുന്നത് നീതി നഷ്ടപ്പെടുത്തുകയല്ലേ, പക്ഷേ നീതി ഞാൻ തന്നെയാണ്. നീ ക്ഷമിക്കുമ്പോൾ നീ നീതിയോട് വിരോധിക്കുന്നില്ല, നീ നീതിയെ എനിക്ക് കൈമാറുകയാണ്. നീ പറയുമ്പോൾ, കർത്താവേ, അവരെ നിനക്കു വിടുന്നു, അത് നീ തീർപ്പിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുന്നു എന്നതായിരിക്കും. ഞാൻ കാര്യങ്ങൾ ശരിയാക്കും സമയത്ത്. പക്ഷേ നീ കേൾക്കോ സമാധാനത്തിൽ ജീവിക്കണം. മകനെ, നീ ലോകത്തിൽ വേറിട്ടവനാണ്. ലോകം കോപം വളർത്തുമ്പോൾ നീ കരുണ വളർത്തണം. ലോകം പ്രതികാരം ചെയ്യുമ്പോൾ നീ പ്രാർത്ഥിക്കണം. ലോകം കുറ്റം ചുമത്തുമ്പോൾ നീ സ്നേഹം പകരണം. അതാണ് ദൈവത്തിന്റെ വഴി. അതാണ് യേശുവിന്റെ പാഠം. നിനക്കറിയാമോ ക്ഷമയുടെ ശക്തി എന്താണെന്ന്? അത് ലോകം മാറ്റുന്ന ശക്തിയാണ്.
ഒരു വ്യക്തി ക്ഷമിക്കാൻ തീരുമാനിക്കുമ്പോൾ അവന്റെ ഹൃദയം ദൈവത്തിന്റെ വസതിയാകും. അവൻ പോകുന്നിടത്ത് വെളിച്ചം പടരും. അവന്റെ വാക്കുകൾ സമാധാനം പകരും. അവന്റെ നിശബ്ദത തന്നെ പ്രാർത്ഥനയായിരിക്കും. നീ ആ സ്ഥിതിയിൽ എത്തുകയാണ് മകനെ. നിന്റെ ഉള്ളിൽ വെളിച്ചം തെളിയുകയാണ്. നിന്റെ മനസ്സിൽ സമാധാനത്തിന്റെ കിരണം പൊങ്ങിവരുന്നു. നീ ക്ഷമയുടെ വഴിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നീ ലോകത്തിന് സാക്ഷിയാകും. നിന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാകും. മറ്റുള്ളവർ നിന്നെ നോക്കി പറയും, അവനിൽ എന്തോ ദൈവികമുണ്ട്. അതെ മകനെ, അത് ക്ഷമയുടെ ശക്തിയാണ്. നീ ഒരു ദിവസം നിന്റെ ശത്രുവിനെ കാണും. അവൻ നിന്നെ നോക്കും, വിറയ്ക്കും. അവന്റെ കണ്ണുകളിൽ ഒരു ചോദ്യമുണ്ടായിരിക്കും, നീ എന്നെ ക്ഷമിച്ചോ? നീ അന്ന് ചിരിച്ചു പറയും, അതെ, കാരണം എന്റെ ഹൃദയത്തിൽ യേശു ജീവിക്കുന്നു. ആ നിമിഷം സ്വർഗം പാടും. ദൂതന്മാർ സന്തോഷിക്കും. നീ ദൈവത്തിന്റെ മകനായി പൂർണ്ണമായി തെളിയും. മകനെ, ക്ഷമയുടെ വഴിയിൽ കുരിശുണ്ട്, എന്നാൽ അതിന്റെ അറ്റത്ത് ഉയിർപ്പുണ്ട്. നീ മുറിവുകൾ അനുഭവിക്കും, പക്ഷേ അവയിൽ നിന്നാണ് മഹത്വം ഉദിക്കുന്നത്. നീ കരയാം, പക്ഷേ ആ കണ്ണുനീർ സ്വർഗത്തിന്റെ വിത്തുകളാണ്. നീ നഷ്ടപ്പെടാം, പക്ഷേ അതിൽ നിന്നാണ് നിന്റെ ആത്മാവ് കണ്ടെത്തുന്നത്. നീ എന്നിൽ വിശ്വസിക്കണം. ഞാൻ ഒരിക്കലും നീതി മറക്കുന്നില്ല, പക്ഷേ ഞാൻ നീതിയെ കരുണയിലൂടെ നടപ്പാക്കുന്നു. നീ ആ കരുണയിൽ പങ്കാളിയാകുമ്പോൾ നീ എന്നിൽ ദൈവത്തിന്റെ രഹസ്യം കാണും. മകനെ, നീ ഒരിക്കൽ ആ വ്യക്തിയെ ക്ഷമിക്കുമ്പോൾ നീ അവനെയും അവളെയും മാറ്റാൻ തുടങ്ങും. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം അവരുടെ ഹൃദയത്തെ സ്പർശിക്കും. അവർ മാറും, അവരുടെ കണ്ണുകൾ തുറക്കും. അവർ തിരിച്ചറിയും, ഇവൻ ദൈവത്തിന്റെ മകനാണ്. നീ അതിന്റെ സാക്ഷിയായിരിക്കും. നീ ഇപ്പോൾ അത്ഭുതം കാണുന്നില്ലെങ്കിലും ഞാൻ ഇതിനകം പ്രവർത്തിക്കുന്നു. നിന്റെ ക്ഷമയുടെ വിത്തുകൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ മുളയ്ക്കുകയാണ്. ഒരു ദിവസം നീ കാണും, അവരും ക്ഷമിക്കുന്നവരായി മാറും. നീ അതിന്റെ തുടക്കമായിരിക്കും മകനെ. നീ അറിയണം, ദൈവം ഉപയോഗിക്കുന്നത് കരുണയുള്ളവരെ തന്നെയാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നത് നീ സ്നേഹമുള്ള ഹൃദയമുള്ളവനാണെന്നതിനാലാണ്. നിന്റെ ഹൃദയം ഇപ്പോഴും വേദനയിലായിരിക്കും, പക്ഷേ അതിന്റെ ആഴത്തിൽ നിന്നാണ് കൃപൊടിഞ്ഞു വീഴുന്നത്. നിന്റെ മുറിവുകളിൽ നിന്നാണ് വെളിച്ചം പുറപ്പെടുന്നത്. നിന്റെ മൗനത്തിൽ നിന്നാണ് എന്റെ ശബ്ദം മുഴങ്ങുന്നത്. മകനെ, നീ ഒരു നിമിഷം വിചാരിച്ചിട്ടുണ്ടോ, എന്റെ കുരിശിൽ ഞാൻ മുറിവേറ്റപ്പോൾ ഞാൻ നിലവിളിച്ചില്ല, ഞാൻ ശപിച്ചില്ല, ഞാൻ മൗനമായി പ്രാർത്ഥിച്ചു, അപ്പാ, ഇവരെ ക്ഷമിക്കണമേ. അത് തന്നെ ലോകം മാറ്റിയ വാക്കായിരുന്നു. ആ വാക്ക് ഇന്നും ലോകം മുഴുവൻ മുഴങ്ങുന്നു. അത് ഇന്നും ഹൃദയങ്ങളെ മാറ്റുന്നു. അത് ഇന്നും ഇരുട്ടിൽ വെളിച്ചം തെളിക്കുന്നു. അത് തന്നെയാണ് ഞാൻ നിന്നിൽ പ്രതിഫലിക്കാൻ ആഗ്രഹിക്കുന്നത്. മകനെ, നീ പ്രാർത്ഥിക്കൂ, കർത്താവേ, എനിക്ക് ക്ഷമിക്കാനുള്ള ശക്തിയും സ്നേഹിക്കാനുള്ള ധൈര്യവും തരണമേ. അത് പറഞ്ഞാൽ മതി. ആ പ്രാർത്ഥന ഞാൻ ഉടൻ കേൾക്കും. ഞാൻ നിന്റെ ഹൃദയം സ്പർശിക്കും. നിന്റെ വേദനയിൽ സമാധാനം പെയ്യും. നിന്റെ മനസ്സിൽ ശാന്തത നിറയും. നീ ഇനി ദേഷ്യം കൊണ്ട് വിരയ്ക്കുന്നവനല്ല, നീ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. നീ ഇനി പ്രതികാരം തേടുന്നവനല്ല, നീ സമാധാനം വിതയ്ക്കുന്നവനാണ്. മകനെ, ഞാൻ നിന്നെ കാണുമ്പോൾ ഞാൻ ചിരിക്കുന്നു. നീ എനിക്കുള്ള പ്രതിബിംബമാണ്. നീ മറ്റുള്ളവരെ ക്ഷമിക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ് ലോകത്തോട് സ്നേഹിക്കുന്നതുപോലെ. നീ ലോകത്തിന്റെ കണ്ണുനീർ തുടയ്ക്കുമ്പോൾ അത് ഞാൻ തന്നെയാണ് അവരുടെ മുറിവുകൾ മറയ്ക്കുന്നതുപോലെ. നീ ഒരു കരുണാമയ ഹൃദയം ആണെങ്കിൽ നീ എന്റെ ഹൃദയമാണ്. നീ ഇനി നിന്റെ ജീവിതം നോക്കുമ്പോൾ പഴയ വേദനകളെ നീ കാണുന്നുണ്ടാകും. പക്ഷേ നീ അവയെ മറ്റൊരു ദൃഷ്ടികോണത്തിൽ കാണും. നീ പറയും, അവയാണ് എന്നെ ദൈവത്തോട് അടുപ്പിച്ചത്. അതെ മകനെ, വേദനയെ ശാപമെന്നല്ല അനുഗ്രഹമെന്നായി കാണാൻ നീ പഠിച്ചു കഴിഞ്ഞു. അതാണ് ക്ഷമയുടെ പൂർത്തീകരണം. നീ ഇപ്പോൾ സമാധാനമുള്ളവനാണ്. നിന്റെ ശ്വാസം ശാന്തമാണ്. നിന്റെ മുഖത്ത് വെളിച്ചം തെളിയുന്നു. നിന്റെ ഹൃദയം എനിക്ക് അടുക്കുകയാണ്. നീ ഇനി കരയുന്നില്ല, നീ ചിരിക്കുന്നു. ആ ചിരിയിൽ സ്വർഗത്തിന്റെ പ്രതിഫലനമുണ്ട്. മകനെ, നീ ഇത്രയധികം മാറ്റം വരുത്തിയത് എങ്ങനെ എന്ന് നിനക്കറിയാമോ? കാരണം നീ ദേഷ്യം വിട്ടു സ്നേഹം പിടിച്ചു. നീ വെറുപ്പ് വിട്ടു കരുണ പിടിച്ചു. നീ പ്രതികാരം വിട്ടു പ്രാർത്ഥന പിടിച്ചു. അതുകൊണ്ട് നീ എന്റെ മകനായി മാറിയിരിക്കുന്നു. നീ ഇനി നടക്കുമ്പോൾ നിന്റെ ചുവടുകളിൽ പുഷ്പങ്ങൾ വിരിയും. നീ സംസാരിക്കുമ്പോൾ നിന്റെ വാക്കുകളിൽ ആശ്വാസം ഉണ്ടാകും. നീ മൗനം പാലിക്കുമ്പോൾ പോലും നിന്റെ ആത്മാവ് ദൈവത്തിന്റെ ശബ്ദം മുഴക്കും. നിന്റെ ജീവിതം തന്നെ ഒരു സാക്ഷ്യം ആയിരിക്കും. മകനെ, നീ ഇനി മറ്റുള്ളവർക്കും ഈ പാഠം പറയണം. നീ അവരോട് പറയണം, ക്ഷമിക്കുക, അതാണ് ദൈവത്തിന്റെ വഴിയെന്ന്. സ്നേഹിക്കുക, അതാണ് ആത്മാവിന്റെ ശാന്തിയെന്ന്. വിടുതൽ കൊടുക്കുക, അതാണ് സ്വർഗത്തിന്റെ താക്കോൽ എന്ന്. നീ മറ്റുള്ളവർക്കും വെളിച്ചമാകുമ്പോൾ ഞാൻ നിന്നിൽ വസിക്കും.
നിന്റെ മുഖം എന്റെ വെളിച്ചം പ്രതിഫലിപ്പിക്കും. നിന്റെ ജീവിതം എന്റെ വാക്ക് ആയി മാറും. മകനെ, നീ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. നിന്റെ ഹൃദയം സമാധാനത്താൽ നിറഞ്ഞിരിക്കുന്നു. നിന്റെ ആത്മാവ് സ്വതന്ത്രമാണ്. നിന്റെ കണ്ണുകളിൽ ദൈവത്തിന്റെ വെളിച്ചം തെളിയുന്നു. നീ ക്ഷമയുടെ സാക്ഷിയാണ്. നീ എന്റെ വഴിയിൽ നടക്കുന്നു. നീ എന്റെ ഹൃദയത്തിൽ ജീവിക്കുന്നു. നീ എന്റെ സ്നേഹത്തിന്റെ തെളിവാണ്. മകനെ, നീ ഇനി പേടിക്കേണ്ടതില്ല. നിന്റെ ഹൃദയം ഞാൻ കാത്തിരിക്കുന്നു. നിന്റെ ജീവിതം ഞാൻ നയിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. നിന്റെ കണ്ണുനീർ ഞാൻ സൂക്ഷിക്കുന്നു. നീ പറയൂ, കർത്താവേ, എനിക്ക് എല്ലായ്പ്പോഴും ക്ഷമിക്കാനായുള്ള കരുണ തരൂ. ഞാൻ നിന്നെ കേൾക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ സമാധാനത്തോടെ മൂടും. മകനെ, നീ ഇപ്പോൾ ദൈവത്തിന്റെ ഹൃദയമായി മാറിയിരിക്കുന്നു. നീ ഇനി വെറുപ്പിന്റെ മനുഷ്യനല്ല, നീ സ്നേഹത്തിന്റെ പ്രതീകമാണ്. നീ ഇപ്പോൾ ആകാശം പോലെ വിശാലവും സമുദ്രം പോലെ ആഴവുമാണ്. നീ ക്ഷമയുടെ ശക്തിയിൽ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് നീ മുന്നോട്ട് പോകൂ, സ്നേഹത്തോടെ, സമാധാനത്തോടെ, ദൈവത്തിന്റെ കൈ പിടിച്ചുകൊണ്ട്. കാരണം നീ ഇനി യേശുവിന്റെ മകനാണ്, ക്ഷമയുടെ പാതയിലൂടെ നടന്നവൻ, കരുണയുടെ വാക്കുകളിൽ ജീവിച്ചവൻ, സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ തെളിഞ്ഞവൻ. നീ നിശബ്ദമായി ചിരിച്ചാൽ പോലും അത് ലോകത്തെ മാറ്റുന്ന പ്രാർത്ഥനയായിരിക്കും. നീ ക്ഷമയുടെ ശക്തിയിൽ ജനിച്ചതാണ്, ദൈവത്തിന്റെ കൃപയിൽ വളരുന്നതാണ്, സ്നേഹത്തിന്റെ വെളിച്ചത്തിൽ തെളിയുന്നതാണ്.